Hey guys, welcome to my YouTube channel. സോ ഇന്ന് നമ്മൾ എൻ്റെ വെഡിങ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വെഡിങ് സാരി, റിസപ്ഷൻ ഡ്രസ്സുകൾ, നൈറ്റ് ഡ്രസ്സുകൾ, ചുരിദാർ, സാരി, ഈവൻ ഞങ്ങളുടെ റൂമിലേക്ക് വേണ്ട ബെഡ്ഷീറ്റ്, ഇതടക്കം നമ്മളൊരു സിംഗിൾ ഡേയിലാണ് നമ്മളെല്ലാം പർച്ചേസും ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒത്തിരി ഷോപ്പുകൾ കയറി ഇറങ്ങുക, അല്ലെങ്കിൽ ഒത്തിരി സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക, ഇതൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൂരെ കോളേജസിൽ പഠിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ആകെ 1-2 ലീവുകളായിരിക്കും ഉണ്ടാവുക. ആ ഡേയിൽ പോയിട്ട് നമുക്ക് വെഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പർച്ചേസ്, പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, അങ്ങനെ ഒരുപാട് ലെങ്തി പ്രൊസീജിയറാണ്. നമ്മൾ വിചാരിക്കും കല്യാണം എന്ന് പറയുമ്പം പെട്ടെന്നൊന്നും വേറെ പല അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ചെയ്യാനുണ്ടാവും. അത് പ്ലസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ ടൈം എടുത്ത് ചെയ്യേണ്ടതായിരിക്കാം. പക്ഷേ എൻ്റെ കേസിൽ ഞാനിതൊരു സിംഗിൾ ഡേയിലാണ് ഞാൻ ഈ കംപ്ലീറ്റ് പർച്ചേസും. അതിന് ഹസ്ബൻഡിൻ്റെ ഫാമിലി, അവരുടെ ഒരു കോപ്പറേഷൻ, കാരണം എന്നെക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് എന്താ പറയുക, ഒരു ഫാഷൻ സെൻസ് അല്ലെങ്കിൽ ഒരു കളറിനെ പറ്റിയൊക്കെയുള്ള ഒരു ബോധം, ഇതൊക്കെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ കാണാൻ പോകുന്ന ലാഘവത്തോടു കൂടിയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. ഈവൻ കല്യാണ സാരിയെ പറ്റിപ്പോലും എനിക്കൊരു ഏത് കളർ വേണം, അല്ലെങ്കിൽ എങ്ങനെ കാണാനിരിക്കണം, അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ സാധാരണ നമ്മളൊരു പടത്തിന് പോകുമ്പോൾ വിളിക്കുമ്പം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ അന്ന് പർച്ചേസ് ഉണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോയി. അവിടെ പോയപ്പോൾ അവർ ഏത് കളറിലും കളർ പ്രിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കളർ പ്രിഫറൻസ് നല്ല കളർ വേണമെന്നറിയാം, പക്ഷേ ഏത് കളറാണെന്നുള്ളൊരു സാധനം ഞാൻ പ്രീവിയസ്ലി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട് വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയാണ്. അപ്പോൾ കൊയിലാണ്ടിയുള്ള ശോഭിക വെഡ്ഡിങ്സ് എന്നാണ് ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കുറേ സാരികൾ അവർ കാണിച്ചു തന്നു. ഡാർക്ക് കളേഴ്സ് കാണിച്ചു തന്നതിന് ശേഷം അവർ ഗോൾഡൻ കളർ, ലൈറ്റ് കളേഴ്സൊക്കെ കാണിച്ചു. 3-4 സാരികൾ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ നോക്കി. ആദ്യത്തെ ഒരു 5-6 സാരിയിൽ നിന്ന് നമുക്ക് നമ്മുടെ വെഡ്ഡിങ് സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ എൻഗേജ്മെന്റ് മാർച്ചിലായിരുന്നു. മെയ് 1 കല്യാണം. എൻഗേജ്മെന്റ് കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ആഴ്ചയാണ് നമ്മൾ വെഡ്ഡിങ് പർച്ചേസിന് പോയിട്ടുള്ളത്. ഈ പ്രോസസ്സ് നടത്താനോ അല്ലെങ്കിൽ കൂടുതലും ആഴത്ത് ചിന്തിച്ച് അതിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയത് ഞാനും അവനും അവൻ്റെ അമ്മയും അച്ഛനും. ബെഡ്ഷീറ്റ് അടക്കം നമ്മൾ ഈ ഒരു 10 to 4 എന്ന് പറയുന്ന ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരൊറ്റ ദിവസത്തിൽ സെറ്റ് ചെയ്തു. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഗോൾഡൻ ഫ്ലവേഴ്സൊക്കെ വരുന്ന ഈ ഒരു സാരിയാണ് നമ്മുടെ വെഡ്ഡിങ് സാരിയായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു സാരിയാണ്. നമ്മളത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സാരിയാണ് സെറ്റ് ചെയ്ത് നോക്കിയത്. അത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴേ എൻ്റെ ഫേസിന് കുറച്ചും കൂടി ഒരു കളർ, ഒരു ഗ്ലോ കിട്ടുന്ന പോലെ ഒരു ഫീൽ ആ സാരിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഹസ്ബൻഡ് അടക്കം എല്ലാവരും അവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എനിക്കും അത് ഫോട്ടോയിലും ഇഷ്ടപ്പെടുന്നുണ്ടായി. ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ലുക്ക് എന്ന് പറയുന്നത്. കുറേ സാരികൾ ഇട്ടപ്പോൾ റെഡ് കളറായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. അമ്മ പറഞ്ഞത് റെഡാണ് കുറച്ചും കൂടെ നല്ലത് കല്യാണത്തിന്, എന്താ പറഞ്ഞാൽ വീട്ടിലേക്ക് മഹാലക്ഷ്മി കയറി വരുമ്പോൾ റെഡ് എടുത്തിട്ട് വരുന്നതാണ് നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു കുറച്ചും കൂടി നല്ലത് ഓറഞ്ച് കളർ കുറച്ചും കൂടെ മാച്ച് ആവും. അപ്പം അമ്മ റെഡിനെ പോലെ തന്നെയാണല്ലോ ഓറഞ്ചും, റെഡും ഓറഞ്ചും ഒരേ ഫാമിലിയിൽ പെടുന്ന പോലെ ആണല്ലോ, അപ്പോൾ നമുക്ക് രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്തപ്പം ഓറഞ്ച് കുറച്ചും കൂടി എനിക്ക് ഫേസിനൊരു ബ്രൈറ്റ്നസ്സും ഒരു കുറച്ചും കൂടി ഒരു ഭംഗി തരുന്നത് പോലെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴും ഓറഞ്ച് കളർ കുറച്ചും കൂടി മാച്ച് ഉള്ള പോലെ ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് കളേഴ്സ് നമ്മൾ നോക്കി. ലൈറ്റ് കളേഴ്സ് എനിക്ക് ചേരുന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടി നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആ ഒരു ഓറഞ്ച് റെഡ് ആ ഒരു ഷെയ്ഡിലുള്ള സാരികൾ കുറച്ചും കൂടി മാച്ച് ആവുന്നത് പോലെ തോന്നിയത് കൊണ്ട് നമ്മൾ ആ ഓറഞ്ച് സാരിനെയാണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെഡ്ഡിങ് സാരി ഏറെക്കുറെ തീരുമാനമായതിനു ശേഷം ഞാനും അച്ഛനും അമ്മയും ഇരുന്നിട്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെ പറ്റിയിട്ടും എവിടെയാണ് ഇപ്പം എത്തി നിൽക്കുന്ന സ്റ്റേജ് എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ ബാക്കിയുള്ള സാരികളിൽ ഏതെങ്കിലും കൂടുതൽ മാച്ച് ആയാലോ എന്ന് കരുതിയിട്ട് അതിൽ കൂടുതൽ സാരികൾ 2-3 സാരികൾ വീണ്ടും നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് നോക്കി. പക്ഷേ ആദ്യത്തെ ഒരു സാരി കൊടുത്തിരുന്നൊരു ഭംഗി മറ്റേ സാരികൾക്കൊന്നും കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കല്യാണ സാരി നമുക്ക് ഏകദേശം നമ്മളൊരു ബഡ്ജറ്റിൽ വരുന്നത് ആണ് നമ്മൾ എടുത്തത്. റിസപ്ഷൻ ഡ്രസ്സ് മിക്കവാറും ആൾക്കാർ റെൻ്റൽസിനാണ് നോക്കാറുള്ളത്. നമ്മുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സ്, അതെനിക്ക് റെൻ്റൽസ് എടുക്കരുത്. പക്ഷെ ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ റെൻ്റൽസ് ആയിരുന്നു, പക്ഷെ ഡ്രസ്സ് എനിക്ക്
റെൻ്റൽസ് വേണ്ട, പർച്ചേസ് ചെയ്യണം തന്നെയായിരുന്നു. നമ്മൾ റെൻ്റൽസിന് എത്ര എമൗണ്ട് കൊടുക്കുന്ന ഒരു 5000 6000 ആ ഒരു റേഞ്ച് നമ്മൾ റെൻ്റൽസിന് കൊടുക്കുമ്പം അതേ എമൗണ്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. നമ്മളൊരു 7000 താഴെയുള്ള ഒരു ലെഹങ്ക നമുക്ക് കിട്ടി. വാങ്ങിക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമുക്കത് സ്ഥിരമായിട്ട് നമ്മളെ കയ്യിൽ നമുക്ക് കാണാൻ കിട്ടും നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ഇനി ആർക്കെങ്കിലും ഇൻ ഫ്യൂച്ചർ ഇപ്പം വെഡ്ഡിങ് ഡ്രസ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു സന്തോഷം പോലെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് പർച്ചേസ് ശോഭികയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു കളക്ഷൻ ശോഭികയിൽ ഉണ്ടായിരുന്നു. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ളത് നമുക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം വേണമെങ്കിൽ അതും ഉണ്ടായിരുന്നു. എല്ലാ കളറിലുള്ളതും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ബഡ്ജറ്റിനുള്ളതായിരുന്നു. അപ്പം അങ്ങനത്തെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കേർട്ടിൽ സ്റ്റോൺ വർക്ക് ഇല്ലാത്തതായിരിക്കും മിക്കവാറും. നമ്മൾ ഒരു ബിലോ 10,000 അല്ലെങ്കിൽ ബിലോ 8,000 ഒക്കെ വരുമ്പം സ്കേർട്ടിൽ ഡിസൈൻ ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും. അതും ഭയങ്കര, അതിൻ്റെ ടോപ്പാണെങ്കിൽ നല്ല സ്റ്റോൺ വർക്ക് വരുന്നതായതുകൊണ്ട് തന്നെ അതിനൊരു ലക്ഷറി ലുക്ക് ഉണ്ടാവും. പിന്നെ എനിക്ക് യെല്ലോ കളർ ഇഷ്ടമായത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രോക്ക് അവർ തന്നു. പക്ഷെ ഞാനത് സെലക്ട് ചെയ്തില്ല. ഈ ഒരെണ്ണം മാത്രമേ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ട്രയൽ ചെയ്തപ്പോഴേ അമ്മ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. കാരണം അത്രയും ഭംഗി ഉണ്ടായിരുന്നു. റിസപ്ഷൻ ലുക്കാണ് ഈ ഫോട്ടോസിലൊക്കെ കാണുന്നത്. അത് നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ഒരു ഷോ കൊടുക്കുന്ന ലെഹങ്കയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാമിലി പ്ലസ് എൻ്റെ കുറച്ച് ക്ലോസ് റിലേറ്റീവ്സ്, കുറച്ച് നാട്ടുകാർ, കുറച്ച് ഫ്രണ്ട്സ്, ഇവരെല്ലാം ഹസ്ബൻഡിലെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. സൽക്കാരം എന്ന് പറയും നമ്മൾ കോഴിക്കോടൊക്കെ. അപ്പോൾ സൽക്കാരം ഉണ്ടാവും. അപ്പോൾ സൽക്കാരത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന സമയത്ത് ഉടുക്കാനുള്ളൊരു സാരി വേണമായിരുന്നു. അത് ഒക്കേഷണലി ഇപ്പോൾ വേറൊരാളുടെ വെഡ്ഡിങ് അങ്ങനെയൊക്കെ വരുമ്പം ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാരി എന്നുള്ള പോലെ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി പോലത്തെ ഒരു സാരി വേണമായിരുന്നു. പിന്നെ ആ സൽക്കാര സാരി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓട്ടായിരുന്നു. അപ്പോൾ സൽക്കാര സാരിയിൽ എപ്പോഴാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ കണ്ണ് പോവുക മഞ്ഞ കളറിലേക്കാണ്. മഞ്ഞ കളർ എനിക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ മാച്ച് ആവുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ആ മഞ്ഞ സാരി ഒന്ന് ഡ്രേപ്പ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല മാച്ച് ഉണ്ടായിരുന്നു. മുഖത്ത് നല്ല ഷൈനിങ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു യെല്ലോ ഇട്ടിട്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പാർട്ടി, ഹൽദി അല്ല പാർട്ടിക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം മഞ്ഞ തന്നെയായിരുന്നു. എടുത്തിട്ടുള്ള ഒരു സാരി എന്ന് പറയുന്നത് നീലയായിരുന്നു. നല്ല സ്കൈ ബ്ലൂ അല്ല, നല്ല ഡാർക്ക് സ്കൈ ബ്ലൂ. എന്താ കളറിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. നല്ലൊരു നീല കളറായിരുന്നു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത്രയും ഫാൻസി സാരീൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് മാച്ചായിട്ടുള്ള ഈ ഒരു ബ്ലൂ കളർ സാരി ഞാൻ പിക്ക് ചെയ്യുന്നത്. ബ്ലൂവിൻ്റെ അകത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്നൊരു സാരിയായിരുന്നു. ഇതിന് നമ്മളിട്ട സമയത്തും നല്ല സ്റ്റോൺ വരുന്ന ചെയിനും ഇയറിംഗ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഡ്രേപ്പ് ചെയ്ത് വെച്ചപ്പോഴേ ഭയങ്കര യെല്ലോ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു ഷോ കിട്ടുന്ന ഒരു സാരി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ടീ ബ്രേക്ക് ആയിരുന്നു. നമ്മൾ വെഡിങ് പർച്ചേസിന് പോയപ്പോൾ അവിടുന്ന് ബിസ്ക്കറ്റും ടീയൊക്കെ തന്നു. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ മുകളിൽ വരുന്ന നമ്മുടെ സ്റ്റോൺ വർക്ക്സ് ആണ്, ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതും ശോഭിക്കാൻ തന്നെ ചെയ്യിച്ചതാണ്. ഒരു 20 days ടൈം പീരീഡ് അവരെടുത്തു. എനിക്ക് അത്രയും ടൈം ഉണ്ടായിരുന്നു ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ക്യാഷ്വലായിട്ട് കുറച്ച് സാരികൾ അധികം വേണമായിരുന്നു. ഡെയിലി വെയറിനൊക്കെ വേണ്ടിയിട്ട് സാരികൾ വേണമായിരുന്നു. അപ്പം ഒത്തിരി സാരികൾ ഒരു പ്രൈസ് റേഞ്ച് ലെസ് ദാൻ 1000 വരുന്നത് ഞാൻ സെലക്ട് ചെയ്യുകയുണ്ടായി. പിന്നെ അത്യാവശ്യം കുറച്ച് സെറ്റ് സാരികൾ വേണമായിരുന്നു. 2-3 സെറ്റ് സാരികളും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുകയുണ്ടായി. ചില സാരികൾക്കൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് മതിയായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സൈസിലുള്ളത് കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കിട്ടാതിരുന്നത് നമ്മൾ സെപ്പറേറ്റ് ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ അളവിന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവൻ്റെ ഡ്രസ്സ് വളരെ എനിക്ക് തോന്നുന്നൊരു 5 minutes താഴെ വേണ്ടി വന്നിട്ടുള്ളൂ അവൻ്റെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അതും അവിടെ നിന്ന് തന്നെ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ചഡായിട്ട് വരുന്ന ഒരു കുർത്ത ടൈപ്പ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 1-2 ഫിറ്റ് ചെയ്ത് നോക്കി. കറക്റ്റ് ഫിറ്റിൽ വരുന്ന ഇഷ്ടപ്പെട്ട അവന് താല്പര്യമുള്ളൊരു കളർ, ആ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന കളറ് അതെടുത്തു. പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് അതിന് മാച്ച് ആവുന്നൊരു മുണ്ട്. ഇതായിരുന്നു പുള്ളി നമ്മുടെ വെഡിങ് ഡേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുർത്ത എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയും നമ്മളെ
എന്താ പറയുക, സ്പെഷ്യൽ ഒക്കേഷനാണ്, വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ്. അപ്പം എന്താ വളരെ സെലക്റ്റീവായിട്ട് വളരെ പക്ഷെ നമുക്ക് അത്രയും സമയം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പം അങ്ങനെയൊക്കെ എന്താ വലിയ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിലെനിക്ക് വലിയ എന്താ റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഒറ്റ ദിവസത്തിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്തു, ഒറ്റ ദിവസത്തിൽ ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്തു, ഒറ്റ ദിവസത്തിൽ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തു. ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ മൊത്തം പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ബാക്കി കാര്യങ്ങൾ, സ്റ്റേജ് അറേഞ്ച്മെന്റ് കാര്യങ്ങൾ, അതൊക്കെ ജസ്റ്റ് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കായിരുന്നു. അവരത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ സ്വന്തം ഒരു ചേട്ടനായിരുന്നു. ചേട്ടൻ വളരെ ഭംഗിയായിട്ട് സ്റ്റേജ് ചെയ്തത്. നമ്മളതിനകത്ത് ഒരു സജഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റി. മേ ബി എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിലും കൂടുതൽ ടൈം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ അറൗണ്ട് 50,000 കൊണ്ട് പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു 30,000 കൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എനിക്ക് ടൈം കിട്ടിയിരുന്നെങ്കിൽ മേ ബി 1 lakh or 2 lakh ഒക്കെ ആയിട്ട് അതിങ്ങനെ കൂടിപ്പോയേനെ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പം എനിക്കിത് ചെയ്തതിൽ ഭയങ്കര ബഡ്ജറ്റഡായിട്ട് ചെയ്തതിൻ്റെ ഒരു സന്തോഷവും എനിക്ക് ഉണ്ട്. എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ടൈം ഗ്യാപ്പ് വളരെ കുറവായത് എനിക്ക് ഒരു തരത്തിൽ അത് പറയുകയാണെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അത് കൂടുതൽ ആലോചിച്ച് അതിനു വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്ത്, പക്ഷേ ഓഫ് കോഴ്സ് ഇത് ചെയ്യുമ്പം ഒരു ഹാപ്പിനെസ് കിട്ടുന്നവരുണ്ടായിരിക്കും. ഈ എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഓരോന്നിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അതിന് അത്രയും ഒരു പേഷ്യൻസ് ലെവലും കൂടി വേണം. എനിക്കൊന്നും പേഷ്യൻസ് ലെവൽ ഇല്ലാത്തതാണോ ടൈം ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. എനിക്ക് അത്തരം താല്പര്യങ്ങളും കുറവായിരുന്നു. എൻ്റെ ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് എനിക്ക് അതിൻ്റെ ബെസ്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് എത്തിക്കാൻ പറ്റി എന്ന ഒരു സന്തോഷം എനിക്ക് ഉള്ളിലുണ്ട്. ഇനി ബാക്കിയുള്ളത് കുറച്ച് ചുരിദാർ ഐറ്റംസ്, കാഷ്വൽ വെയേഴ്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. മുകളിൽ വേറൊരു സെപ്പറേറ്റ് സെഷൻ തന്നെ അതിനായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒത്തിരി ഐറ്റംസ്, ഒരു 5-6 ഐറ്റംസേ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രമേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഈ ടോപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അത് ഭയങ്കര അതിൻ്റെ ഫിറ്റിങ്ങും അതിൻ്റെ കഴുത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചുമ്മാ കാഷ്വലി ഇടാൻ പറ്റുന്നൊരു ടൈപ്പ് ടോപ്പ് പോലെ എനിക്ക് തോന്നുന്നു. നമ്മളത് പടത്തിന് പോയപ്പോൾ കെട്ടിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് പോയ സമയത്ത്. പിന്നെ അമ്മയ്ക്കായിരുന്നു ഞാൻ മോഡേൺ ഡ്രസ്സ് എന്തെങ്കിലും ഇടണം, വാങ്ങിക്കണം, എല്ലാ പിള്ളേരും നിൻ്റെ പ്രായത്തിൽ എല്ലാവരും മോഡേൺ ആയിട്ടാണ് നടക്കുന്നത്, ഇതൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ അമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് ആൾക്കാർ റെഡിമെയ്ഡ് ഡ്രസ്സ് ഇട്ട് കാണുന്നതും, അല്ലെങ്കിൽ എന്താ ചില ആൾക്കാർക്ക് അത് ഒന്നും ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഡ്രസ്സ് പോയി എടുക്കുന്നു, അത് ഇട്ട് നോക്കുന്നു, കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടും. പക്ഷെ എനിക്ക് എപ്പോഴും എന്താ ബോഡിയൊക്കെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ കഴുത്ത് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് റെഡിമെയ്ഡിന് കിട്ടില്ല. അപ്പം എപ്പോഴും എനിക്ക് റെഡിമെയ്ഡ് ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുക്കും. ഈ വീനൊക്കെ ആകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്ക് ആയിട്ട് വരുമ്പോഴും വേറെ ഏതെങ്കിലും ഡിസൈനിലുള്ള നെക്ക് വരികയാണെങ്കിലും എൻ്റെ ബോഡിയായിട്ട് മാച്ച് ആവാൻ ഭയങ്കര പാടാണ്. അപ്പം ചുരിദാർ എടുക്കലൊരു ടാസ്ക് തന്നെയായിരുന്നു. അതിനകത്ത് ഈ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനിത് സെറ്റ് ചെയ്ത് നോക്കിയതല്ലാതെ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നെക്കും ഇതിൻ്റെ ഫുൾ വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ്. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് അതൊക്കെ കൊണ്ട് ഇത് കുറച്ച് അത്യാവശ്യം നല്ലപോലെ എക്സ്പെൻസീവ് ആയിരുന്നു. ഈ പുള്ളിയാണെങ്കിലും പുള്ളിയുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് എടുത്തോ മോൾ എടുത്തോ, നല്ല ഭംഗിയുണ്ട്, എടുത്തോ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസാക്ഷി സമ്മതിച്ചില്ല എന്ന് പറയാൻ വേണമെങ്കിൽ ആ ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിങ്ങനെ ആ ചുരിദാർ ഇട്ട് നോക്കിയിട്ട് പറ്റില്ല, ഈ ചുരിദാർ വാങ്ങണമെങ്കിൽ ഞാൻ മിനിമം ഒരു 7 ദിവസം പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 8 ദിവസം 7 മുതൽ 10 ദിവസം വരെ പണിയെടുത്താലേ എനിക്ക് ചുരിദാർ അഫോർഡബിൾ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ചുരിദാർ എടുത്തിട്ടില്ല. എന്തോ പക്ഷെ ആ കളറിലുള്ള വേറെ ചുരിദാറുകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സ്പെസിഫിക് വൺ ഞാൻ എടുത്തിട്ടില്ല. അതെൻ്റെ കല്യാണ സാരിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടിയതാണെന്ന് തോന്നുന്നു. പിന്നെ വീട്ടിൽ വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് അത് കുറച്ചെണ്ണം അധികം എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ. പിന്നെ നൈറ്റി ഒരെണ്ണം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് 1-2-3 നൈറ്റികൾ വാങ്ങിച്ചു തന്നു. കുറച്ച് പഴയ ടൈപ്പ് അല്ല, കുറച്ച് എലാസ്റ്റിക്കൊക്കെ വരുന്ന കുറച്ച് പുതിയ ടൈപ്പ് നൈറ്റികൾ വാങ്ങിച്ചു തന്നു. വീട്ടിലിടുന്ന ഡ്രസ്സസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം കറക്റ്റ് ഫിറ്റിംഗ് ആണെന്നായപ്പം അതേ അളവിൽ വരുന്ന ഒത്തിരി എണ്ണം എടുക്കുക ചെയ്തത്.
കൂടുതൽ സെലക്ഷൻ ഒന്നുമില്ല. പിന്നെ ചുരിദാറിൻ്റെ കുറച്ച് ക്ലോത്ത് തുണിയായിട്ട് കിട്ടുന്ന സ്റ്റിച്ചഡ് അല്ലാത്ത മെറ്റീരിയൽ നോക്കുകയുണ്ടായി. പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ടില്ല. കാരണം ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ അത് സ്റ്റിച്ചിങ് ചാർജൊക്കെ അഡീഷണൽ വരുമല്ലോ, അതിലും ആ എമൗണ്ടേ നമുക്ക് ഇതിൽ വരുള്ളൂ, റെഡിമെയ്ഡ് എടുക്കുമ്പോൾ വരുള്ളൂ എന്നുള്ളൊരു കാര്യം കൊണ്ട് ചുരിദാർ ക്ലോത്ത് നോക്കിയതല്ലാതെ ഞാൻ വാങ്ങിച്ചില്ല. അമ്മ പിന്നെയും കുറേ ചുരിദാറുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ കഴുത്താണ് ഞാൻ എപ്പോഴും നോക്കുക, അതിൻ്റെ നെക്കിൻ്റെ പോർഷനാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പുറത്ത് പോയപ്പം ഞാനത് വെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ ഈ ഒരു ചുരിദാറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കുറച്ച് 3000 ആ റേഞ്ചിൽ വരുന്നൊരു ചുരിദാറാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൈയൊക്കെ കുറച്ച് കുറച്ച് വേറൊരു ടൈപ്പ് കൈയൊക്കെ ആയിരുന്നു, കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ്. ഇത് ഞാൻ തറവാട്ടിൽ പോയ സമയത്ത് ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ യെല്ലോ ചുരിദാർ, യെല്ലോ പിന്നെ എന്താ വെച്ചാൽ ഞാനൊരു മഞ്ഞ എടുക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാൻ മോസിയിൽ പോയ സമയത്ത് ഞാൻ ഈ യെല്ലോ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായത്. ഈ ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഇതൊക്കെ നമ്മൾ ശോഭിക്കാൻ തന്നെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇത് കൂടാതെ വേറെ ഒത്തിരി ഐറ്റംസ് നമുക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇടുന്നതാണെങ്കിലും സ്പീഡിലുള്ള പർച്ചേസ് ആണല്ലോ. അപ്പം ഒരു ടൈപ്പിൽ എനിക്ക് എൻ്റെ ബോഡി കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടുന്ന ഐറ്റംസ്, നൈറ്റ് ഡ്രസ്സ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും അമ്മ പറയും ആ മൊത്തം എൻ്റെ അട്ടി അങ്ങ് എടുത്തിട്ട് വെച്ചോ എന്ന് പറയും. കാരണം അതിൽ പിന്നെ കൂടുതൽ ചകഞ്ഞ് ഒന്നും നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബെഡ്ഷീറ്റും ഒത്തിരി എണ്ണം വാങ്ങിച്ചായിരുന്നു. ഒരുപാട് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു, ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചു, സാരികൾ വാങ്ങിച്ചു. സാരികൾ എനിക്ക് അത്യാവശ്യം വേണമായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സാരികൾ ഒത്തിരി എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചുരിദാറുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം എപ്പോഴെങ്കിലും നമ്മൾ ഈ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടുക, അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയതുകൊണ്ട് ചുരിദാറുകൾ കുറവാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ് റിലേറ്റഡ് പർച്ചേസ് വിച്ച് ഇസ് ഡൺ ഇൻ എ സിംഗിൾ ഡേ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സെയിം ഓർണമെൻറ്റ്സിൻ്റെ പർച്ചേസ് ഞാൻ കാലിക്കറ്റ് ഏതൊക്കെ ഷോപ്പിൽ പോയിട്ടാണ് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലുണ്ട്. ഓർണമെൻറ്റ്സിൻ്റെ പർച്ചേസിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ആ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ വെഡ്ഡിങ് സാരി, വെഡ്ഡിങ് ലുക്ക്, സ്റ്റേജ് ഡെക്കറേഷൻ, പിന്നെന്താ റിസപ്ഷൻ ഡ്രസ്സ്, സൽക്കാര സാരിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ട് നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി.